ഇടുക്കി സീറ്റിൽ അവകാശവാദവുമായി കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും. വിജയമുറപ്പിക്കാൻ സീറ്റ് വെച്ചുമാറൽ അനിവാര്യമാണെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. റോഷി അഗസ്റ്റിനെതിരെ യുവ നേതാക്കളെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. കോൺഗ്രസിന്റെ നീക്കം തുടക്കത്തിലെ വെട്ടാൻ പി.ജെ. ജോസഫ് ശ്രമം തുടങ്ങി. സീറ്റ് വിട്ടു നൽകാനാകില്ലെന്ന് UDF-ൽ അറിയിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് M.J. ജേക്കബ് പറയുന്നു. ഇടുക്കി നിയോജകമണ്ഡലത്തിൽ 9 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും 2 ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളിനെ പരാജയപ്പെടുത്താൻ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്ന് എനിക്കറിയത്തില്ല. ശ്രീ ജോയി വെട്ടിക്കുഴി UDF ചെയർമാനാണ്. ഞാൻ UDF ജില്ലാ കൺവീനറാണ്. സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളെപ്പറ്റി പറയുന്നതിന് ഞങ്ങൾക്കൊരു പരിമിതിയുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടി ഒരു സീറ്റും വിട്ടുകൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. കോൺഗ്രസ് ഒരു സീറ്റ് ഏറ്റെടുക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട് എന്നും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും 5 സീറ്റും ഇപ്പം നഷ്ടപ്പെട്ട 3 സീറ്റുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച 3 സീറ്റുണ്ട് കോൺഗ്രസ്സിന്. ഞങ്ങൾക്ക് 1 സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ 5 സീറ്റും വിജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമകരമായ ജോലി, കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയുള്ള ജോലി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. മുഹമ്മദ് ആഷിഖ് അതിന് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലും കോട്ടയത്തുമൊക്കെ വലിയ വിജയം നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്, വിശിഷ്ട കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. അതുകൊണ്ട് ഇടുക്കി സീറ്റടക്കം ഏറ്റെടുത്താൽ വിജയിക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷ വെക്കുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് കഴിഞ്ഞ കൂടി മത്സരിച്ച സീറ്റ് അങ്ങനെ എളുപ്പത്തിൽ ഏറ്റെടുക്കാൻ കഴിയില്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പ് കാര്യമായിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ അത് ഒരു അനുനയത്തിന്റെ പാതയിലൂടെ സെറ്റിൽ ചെയ്യാൻ UDF-നകത്ത് കഴിയുമോ, അതോ ഒരു ഫൈറ്റിലേക്ക് പോവോ? അല്ല, അങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് സൈഫുദ്ദീൻ ജിൽസി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആലോചന ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ എതിർപ്പുമായി പി.ജെ. ജോസഫ് വിഭാഗം രംഗത്ത് വരുന്നത് എന്നുള്ളത്. നമുക്ക് കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ തവണ ഏതാണ്ട് 10 സീറ്റുകളിലാണ് ജോസഫ് വിഭാഗം സംസ്ഥാനത്തൊട്ടാകെ മത്സരിച്ചത്. അതിൽ തന്നെയും ഇടുക്കി ജില്ലയിൽ 2 മത്സരിച്ചിരിക്കുന്നു, തൊടുപുഴയിലും ഇടുക്കിയിലും എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയിലെ ആകെയുള്ള 5 സീറ്റുകളിൽ 2 കേരള കോൺഗ്രസ് മത്സരിച്ചപ്പോൾ ബാക്കി 3 കോൺഗ്രസ് ആണ് മത്സരിച്ചത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടുക്കി സീറ്റിൽ തങ്ങൾക്ക് നൽകണമെന്ന കോൺഗ്രസിന്റെ അവകാശവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുമ്പോൾ ജോസഫ് വിഭാഗത്തിന്റെ നേതൃത്വം മറുപടി നൽകുന്നത് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ തവണ 3 മത്സരിച്ച കോൺഗ്രസ് 3 പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 2 മത്സരിച്ച കേരള കോൺഗ്രസ് ഒരിടത്ത് ജയിച്ചു. എന്നിട്ടാണ് തങ്ങളുടെ സീറ്റിന് മേലുള്ള അവകാശവാദം ഈ ഘട്ടത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. UDF തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം അത് കൂട്ടായ നേതൃത്വത്തിന്റെ കൂട്ടായ ഇടപെടലിന്റെ ഫലമാണ്. അത് ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും ഘടകകക്ഷിയുടെ മാത്രം അവകാശപ്പെട്ടതല്ല എന്നും കർശനമായ നിലപാടുമായി ജോസഫ് വിഭാഗം മുന്നോട്ട് വരികയാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളിലും ഇത്തവണയും മത്സരിക്കണമെന്ന നിലപാട് തന്നെയാണ് ജോസഫ് വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടുക്കി സീറ്റിനെ ചൊല്ലിയുള്ള ഒരു അവകാശ തർക്കം മുന്നണിക്കുള്ളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഏറ്റവും നിർണായകമായ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ് എന്നുള്ളതാണ്. പക്ഷേ ജില്ലയിലെ ചില നേതാക്കൾക്ക് ഇടുക്കി സീറ്റുമായി ബന്ധപ്പെട്ട് ചില താല്പര്യങ്ങളുണ്ട്. നേരത്തെ തന്നെ ആ സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ആരംഭിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ജോസഫ് വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് പിടിച്ചു വാങ്ങി തങ്ങൾക്ക് മത്സരിക്കാനുള്ള അവസരം ഒഴുക്കാനുള്ള ആദ്യഘട്ട നീക്കങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ചില നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ അതിനെ പൂർണ്ണമായും എതിർക്കാനുള്ള നീക്കത്തിലാണ് ജോസഫ് വിഭാഗമുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ മധ്യ കേരളത്തിൽ തന്നെ മറ്റൊരു കേരള കോൺഗ്രസിന്റെ സീറ്റായ കോതമംഗലം കൂടി കോൺഗ്രസിന് വിട്ടു നൽകണമെന്നുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. മൂവാറ്റുപുഴ MLA ആയിട്ടുള്ള മാത്യു കുഴൽനാടിനെ കോതമംഗലത്തേക്ക് മാറ്റണം എന്നുള്ള ആലോചനകളടക്കം ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് തങ്ങൾ 10 സീറ്റുകളിലും കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളിലും മത്സരിക്കുമെന്ന് കണിശമായി തന്നെ പി.ജെ. ജോസഫ് വിഭാഗം വ്യക്തമായി പറയുന്നു. അതേസമയം ഇടുക്കി സീറ്റ് വിട്ടു നൽകിയാൽ കേരള കോൺഗ്രസിന് പകരം നൽകാമെന്ന് പറയുന്ന പൂഞ്ഞാർ സീറ്റാണ്. പൂഞ്ഞാർ സീറ്റ് തങ്ങൾക്ക് വേണ്ടതില്ല എന്നാണ് കേരള കോൺഗ്രസ് വിഭാഗം വ്യക്തമായി തന്നെയും പറയുന്നത്. ഏതായാലും ഇടുക്കി ജില്ല മധ്യകേരളത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാൻ മുന്നണിക്കകത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തയ്യാറാകില്ല എന്ന് തന്നെ ശക്തമായി തന്നെ പറയുന്ന ഒരു പ്രതീതിയാണ് ഇടുക്കി സീറ്റിന്മേലുള്ള അവകാശവാദവുമായി ബന്ധപ്പെട്ട് വരുന്ന തർക്കങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ ജിൽസി.